ഒന്ന് എഴുന്നേറ്റെ. എന്താ അമ്മേ? എടാ, ചാക്കോ ഒരു ടിഫിൻ കാരിയരുമായി പോകുന്നത് കണ്ടു. അവൻ ആർക്കായി ചോറ് കൊണ്ടുപോകുന്നു? നമുക്കെന്താ? ഞാനല്ല മോനെ അത്. ഒന്ന് എഴുന്നേറ്റ്, ഞാൻ പറയാം. നമ്മളിതൊന്നും അറിഞ്ഞിരിക്കണ്ടേ? എന്തിന്? നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നേ. ഈ അമ്മ ഒരിടത്ത് കിടക്കാൻ അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ, അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ, അയ്യോ 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 എന്നെ തല്ലല്ലേ, അയ്യോ. എടാ, നിന്നെ തല്ലാനല്ലടാ വിളിച്ചത്. നീ എന്തിനാ ഓടിയത്? പിന്നാലെ ഓടുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി പഴയ വല്ല കണക്കും തീർക്കാനാണെന്ന്. നീ എങ്ങോട്ട് വന്നു? ബാങ്കിൽ. എന്തിന്? അത് കൊച്ചമ്മ പറഞ്ഞിട്ട്. ഈ ടിഫിൻ കയറിൽ എന്തോ? ചോറ്. ആർക്ക്? ഓമനക്കുട്ടൻ സാറിന്. ഓഹോ, ഇപ്പൊ അവിടുന്നാ ചോറ് കൊണ്ടുവന്നല്ലേ? ഓമനക്കുട്ടൻ സാറിന് എന്നും ചോറ് അവിടെ നിന്ന് കൊണ്ട് കൊടുക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ശരി, നീ ചെല്ലേ. ഓ രാജപ്പണ്ണ, കൊച്ചമ്മയ്ക്ക് സുഖമല്ലേ? എന്റെ അന്വേഷണം എന്ന് പറഞ്ഞേക്കണേ. അല്ല, കഴിക്കുന്നില്ലേ? ആ, കഴിക്കണം. നിങ്ങൾ ആഹാരം കഴിച്ചോ? വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. വേണ്ട വേണ്ട, ഒരാള് സ്നേഹാദരവോടെ പ്രത്യേകമായി കൊടുത്തയക്കുന്ന ഭക്ഷണം ഷെയർ ചെയ്യാൻ പാടില്ല. അത് സാറിന് മാത്രമായി കൊടുത്തയച്ചാണ് ഞാൻ വേണേ കമ്പനിക്ക് കൂട്ടിരിക്കും. പറഞ്ഞോ. ആ, ചാക്കോ, എങ്ങനെയുണ്ട് ആള്? എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാനുണ്ടോ? ഓമന കുട്ടനല്ലേ? നിന്നോട് വല്ലതും സംസാരിച്ചു? അതെങ്ങനെയാ സംസാരിക്കുന്നത്? ബാക്കിയകത്ത് ആഹാരം വെച്ചോണ്ട് സംസാരിച്ചാൽ ഇടത്തണ്ടേ കുടുങ്ങുമെന്ന് അങ്ങേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇവന്റെ ഒരു നോക്ക്. ദേ, ആ പാത്രം ഞാൻ കഴുകി വെച്ചോളാം. അത് വേണ്ട, കൈയോളാം, ഞാൻ കഴുകിക്കോളാം. ദേ വെള്ളത്തിൽ കാണിച്ചാലുണ്ടല്ലോ. ഇവിടുന്ന് ആരാ ആഹാരം എടുത്തു തന്നെ? കുഞ്ഞ്. അപ്പൊ തിരിച്ചു വരുമ്പോ പാത്രം എന്നെ തന്നെ ഏൽപ്പിക്കണം. ഇങ്ങോട്ട്. ഇന്നെന്നല്ല, എന്നും. മനസ്സിലായോ? അയ്യേ, കേട്ടിട്ട് എനിക്കൊന്ന് ഛർദ്ദിക്കാൻ വരുന്നു. ചേട്ടാ, ഇത് നല്ല കൂത്ത്. ആഹാരം കൊടുത്തയക്കുന്ന മഹേശ്വരി അമ്മയ്ക്ക് ഛർദി വരുന്നില്ല, അത് കഴിക്കുന്ന ഓമനക്കുട്ടന് ഛർദി വരുന്നില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാ ഈ ഛർദി വരുന്നത്? എന്ന് പറഞ്ഞാൽ എന്റെ മെമ്പറെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്ത് എവിടെയെങ്കിലും കേട്ടരുള്ളതാണോ ഇത്? സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. തങ്കമണി കുഞ്ഞുമേ, നിങ്ങൾ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കാണാതെ മഹേശ്വരി അമ്മ പച്ച വെള്ളം കൊടുക്കൂ ആർക്കെങ്കിലും. അല്ല, നിങ്ങൾ ബന്ധുക്കളാണല്ലോ, അറിയാമല്ലോ. എന്ന് വെച്ചാ ഓമനക്കുട്ടന് ഇപ്പൊ ഒരു ആഹാരം അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോ ഓമനക്കുട്ടൻ വീട്ടിൽ വന്നിരുന്ന് ഉണ്ട് തുടങ്ങും. പിന്നെ ഓമനക്കുട്ടൻ വീട്ടിൽ തന്നെ ഊണ് കഴിച്ചങ്ങ് ഉറക്കോ ആകും. എന്തോ മെമ്പറെ പറയുന്നത്? ഓമനക്കുട്ടനെ കൊണ്ട് അവരുടെ മകളെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമമാണിത്. മഹേശ്വരി അമ്മ ആരാ കക്ഷിയെന്ന് അമ്മക്കറിയാൻ പാടില്ലേ? ഓഹോ, അത് ശരി. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ഈ ബുദ്ധി ഇതുവരെ പോയില്ല. ആദ്യത്തെ ദിവസം ചോറ് കൊണ്ടുപോയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഞാനൊന്നും ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ആ മാനേജർ പയ്യനെ കൊണ്ട് അല്പം ലോൺ അനുവദിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ മഹേശ്വരി അമ്മയുടെ മരുമനായി കഴിഞ്ഞാല് എന്റെ പണി അല്പം കുറഞ്ഞു കിട്ടുമല്ലോ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ, പഞ്ചായത്ത് കൂടുന്ന ദിവസം ഇന്ന്. എന്താ അമ്മേ? നീ ആ ബാങ്കിലോട്ട് ചെന്ന് മാനേജറോട് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എന്ന് പറഞ്ഞാൽ അയാളെങ്കിൽ വരുമോ? ആ, ബാങ്കിലിട്ടിരിക്കുന്ന എന്റെ കാശിനെ പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞാൽ മതി. എന്നാലും ആ കാശിന്റെ കാര്യം എന്റെ അടുത്ത് പറയരുത്. എന്താണ് അച്ഛന് നേരത്തെ? ഞാൻ ഈയിടെ അതിരാവിലെ എങ്ങി പോരും. അല്പം കൂടെ വൈകിയാൽ പിന്നെ പരദൂഷണം പറയുന്ന പെണ്ണുങ്ങളുടെ സമാജത്തിന്റെ പേരിൽ ഒരു കോഴി വളർത്തൽ കേന്ദ്രം തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുക. എന്റെ പൊന്നിനാത്തന്നെ ഒരു കോഴിമുട്ടയ്ക്ക് 60 പൈസയാ. നേരെ ചൊവ്വേ നടത്താന്നുണ്ടെങ്കിലേ സമാജത്തിന് തന്നെ നല്ലൊരു വരവായിരിക്കും. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ബാങ്ക് മാനേജറുടെ ഉച്ചക്കലത്തെ ഊണ് മഹേശ്വരിയുടെ വീട്ടിൽ നിന്നാ കൊണ്ടുപോകുന്നെന്ന് കേട്ടു.
അതൊന്നും പറയണ്ട. നിങ്ങളെല്ലാം കൂടി എന്നെ സമാജം പ്രസിഡന്റ് ആക്കിയതിന്റെ കുഴപ്പമാ. വീട്ടിൽ വന്ന് ആഹാരം വേണോന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓഹോ, അങ്ങനെയാണോ? ആ, വീട്ടിൽ വന്നപ്പോ ഞാൻ ആദ്യം കരുതി ബാങ്ക് സംബന്ധമായ കാര്യം പറയാനാണെന്ന്. ഹോട്ടലിൽ ആഹാരം കഴിച്ച് മടുത്തു. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരങ്ങളും കൊടുത്തയക്കാൻ പോന്ന്. നമ്മൾ എന്ത് ചെയ്യും? ശുദ്ധനായതുകൊണ്ടാ. നാത്തൻ എങ്ങനെ അറിഞ്ഞു? രാമൻകുട്ടൻ അവിടെ വന്നിരുന്നോ? ഹേയ്, വേറെ ആരോ പറഞ്ഞറിഞ്ഞതാ. കണ്ടോ നാത്തൂനെ? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവമേ. ഒരു ജോലിയില്ലാതെ നടക്കുക. കണ്ടവന്റെ വീട്ടിലെ അടുക്കളയിൽ എന്തെരിയുന്നെന്നറിയാൻ. എനിക്ക് ആ വീഡിയോ ഒന്ന് കാണും. ഞാൻ വരട്ടെ. എടി, നിനക്ക് നേരം വെളുത്ത വൈകുന്നേരം വരെ ഇതേ ഉള്ളോ പണി? ചേട്ടൻ എന്ത് വേണം? ആ, നീ പോയി അമ്മയോട് പറ, ബാങ്കിൽ നിന്ന് ഓമനക്കുട്ട സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. ചെല്ല്. എടി, അമ്മയുടെ ഒന്ന് പറഞ്ഞേക്കണേ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുന്നു. ഇന്ന് ഉച്ചയ്ക്കേ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ. ആ, നമസ്കാരം. ഇരിക്കൂ. നമ്മളന്ന് എല്ലാരും കൂടെ ഒത്തിരുന്നപ്പോൾ ഒന്ന് പരിചയപ്പെട്ടതാ. പിന്നെ പരിചയപ്പെടാനുള്ള അവസരവും കിട്ടിയില്ലല്ലോ. ഓരോരുത്തരായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാവകാശം മതി. ഞാൻ ഒരു കാര്യത്തിലും ധൃതി കാണിക്കാറില്ല. ഉള്ള സമയം വീട്ടിലിരിക്കും, കുട്ടികളുടെ കാര്യം നോക്കുകയും ചെയ്യാന്നുള്ളതാണ് കൂടുതൽ സന്തോഷം. വീട്ടുകാര്യം നോക്കാതെ പൊതുക്കാര്യം നോക്കിയിട്ട് എന്ത് വിശേഷം? അതെ. അല്ല, മഹേശ്വരിയുടെ വീട്ടിൽ നിന്നാണോ ഉച്ചയ്ക്ക് ആഹാരം? ഞാൻ വേണ്ടാന്ന് ആവുന്നത്ര പറഞ്ഞതാ. ഒരേ നിർബന്ധം. പിന്നെ എന്റെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെല്ലാം കണ്ടതുകൊണ്ട് മറുത്തു പറയാനും ഒരു ബുദ്ധിമുട്ട്. ഓഹോ, മഹേശ്വരി വീട്ടിൽ പോയിരുന്നോ? വീട്ടിലേക്കായിട്ടല്ല, അതുവഴി പോയപ്പോ കയറിയതാണ്. ആരാ വീണ വായിക്കുന്നത്? എന്റെ മകളാ. എന്താ? എന്റെ അമ്മ വീണ വായിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ പാടും, അമ്മ വീണ വായിക്കും. പെട്ടെന്ന് ഞാൻ അതാണ് ഓർത്തുപോയത്. അതിനെന്താ, ഇതും സ്വന്തം വീടായി കരുതിക്കൊള്ളു. എപ്പ വേണമെങ്കി വരാം. ക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. വല്ലപ്പോഴും കഞ്ഞിയും പയറും കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് വന്നാ മതി. പിന്നെ ടിഫിൻ കാരിയറിലാക്കി കൊടുത്തയക്കാന്ന് വെച്ചാൽ വീടിനും ഹോട്ടലിനും തമ്മിൽ എന്താ വ്യത്യാസം, അല്ലേ? അതെ. അല്ല, ഇതേതായാലും കുറച്ച് കടന്ന കൈ തന്നെ. ഇങ്ങനെയാണ് തറവാടിത്തം കാണിക്കുന്നത്. വീട്ടിലിരുന്നോണ്ട് ബാങ്ക് മാനേജരോട് അങ്ങോട്ട് വരാൻ പറയാ എന്ന് വെച്ചാൽ എല്ലാത്തിനും മര്യാദ വേണ്ടേ ഓമനക്കുട്ട? അല്ല, ഞാനോർത്തത് അവരും ബാങ്കുമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണല്ലോ. പോകരുത്. ദേ, ഈ വീട്ടിൽ ഓമനക്കുട്ടൻ എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം. ഞങ്ങൾക്ക് മുഖം മൂടിയൊന്നുമില്ല. മറ്റത് അതല്ല, അഹംഭാവം. കസേര കുത്തിയിരുന്ന് ബാങ്ക് മാനേജരെ വീട്ടിൽ വരുത്തുന്നതേ ആ 3.5 ലക്ഷത്തിന്റെ മുഷ്ക. ബാങ്കിൽ നിന്ന് വിളിച്ചു വരുത്തിയപ്പോ ഞാൻ കരുതി എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന്. എന്താ ഇത് അത്യാവശ്യമല്ലേ? ദേ, അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം അച്ഛൻ. നമസ്കാരം. അച്ഛൻ എന്തിനാണാവോ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു? ജോയി, ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന അനാഥാലയം പള്ളിയുടെ വകയല്ല. ജോയിക്കറിയാമല്ലോ, പഞ്ചായത്തിന്റെ വകയാണ്. നാട്ടുകാരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി പള്ളിയോട് ചേർത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഒരു നല്ല കാര്യമാണല്ലോ എന്ന് കരുതി ഞാൻ അംഗീകാരവും വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ അനാഥാലയത്തിന് നന്മ വരുന്ന ഒരു കാര്യവും ഭാർഗവമുള്ള ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ അങ്ങനെ ഇതൊരു കച്ചവടമാക്കി വെച്ചിരിക്കുക. എങ്ങനെ? കഴിഞ്ഞ വർഷം ഈ അനാഥാലയത്തിന്റെ പേരിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങണമെന്നും പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ മേടിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ? അതെ, ഒരു 10,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ ആ ലോൺ ഒന്നും ഈ അനാഥാലയത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. കുട്ടികൾക്ക് നല്ല വസ്ത്രമില്ല, അവരെ പഠിപ്പിക്കാൻ മാർഗമില്ല. ബാങ്കിൽ പുതിയ മാനേജർ വന്നേ പിന്നെ വീണ്ടും ഈ വക ഇനങ്ങളിൽ ലോൺ വാങ്ങാൻ ഭാർഗവൻ പിള്ള ശ്രമിക്കുന്നതായിട്ട് കേട്ടു. അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കരുതെന്ന്
ജോയി മാനേജരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ ചെയ്യാച്ചു. കുട്ടികളുടെ കായികമായ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലൊന്ന് പറഞ്ഞു പോയി. അതിനിപ്പോ അങ്ങേര് ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും കായികമെന്നും പറഞ്ഞ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി അങ്ങേരുടെ തോട്ടത്തിൽ പണിയെടുപ്പിക്കുക. അതുങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവുമില്ല. 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാ. അവര് വൈകിട്ട് ഇവിടെ വന്നിരുന്ന് കരയുന്നു കാണുമ്പോൾ എനിക്ക് ഒന്നും ഒട്ട് പറയാൻ പറ്റില്ല. മെമ്പർ പറയുന്ന നല്ല വശം മാത്രമേ ജനങ്ങൾ വിശ്വസിക്കൂ. ലോൺ സാങ്ഷൻ ആക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം. മോൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരണേ. ശരിയാച്ചു, ഞാൻ വരട്ടെ. ഓ, മമ്മി, മണി 1 ചാക്കോ ഇതുവരെ വന്നിട്ടില്ല. ബാങ്കിൽ ചോറ് കൊണ്ട് കൊടുക്കണ്ടേ? അയ്യോ, ഇപ്പൊ എങ്ങനെയാ മോളു? നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഗീത ചേച്ചി ലീവിൽ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ചേച്ചിയുടെ കുട്ടിയെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോവാ. മോള് പോകുന്ന വഴിക്കല്ലേ ബാങ്ക്. ഒന്നും കൊണ്ട് കൊടുക്കുമോളൂ. നീ കൊണ്ട് കൊടുത്താ ഓമന കുട്ടന് സന്തോഷാവുകയും ചെയ്യും. അയ്യോ, ഞാനില്ല. വല്ലോരും അതും ഇതൊക്കെ പറഞ്ഞാലോ? ആ, ആര് എന്താ പറയാൻ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവിടെ വന്ന് ചോദിക്കാൻ പറയണം. ഞാൻ സമ്മാനം പറഞ്ഞോളാം. ചെല്ലുമോളൂ. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. നമസ്കാരം. ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നണ്ടേ? അല്ലെങ്കിൽ എന്റെ മമ്മിക്ക് തോന്നണ്ടേ? എനിക്ക് അകത്തേക്ക് വരാവോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഊണ് മേശയുടെ പുറത്തിരിക്കേണ്ട ചോറ്റുപാത്രം ഓഫീസ് മേശയുടെ പുറത്ത് അല്ല. ഐ എം സോറി. ഞാൻ അല്പം താമസിക്കും ഭക്ഷണം കഴിക്കാൻ. ഈ പാത്രം ഞാൻ കൊടുത്തേച്ചേക്കാം. ആ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഗോപ്യത ഉണ്ടായ കൊള്ളാം. മനസ്സിലായില്ല. അല്ല, ഇങ്ങനെയുള്ള കൊച്ചു സ്ഥലമാകുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കും. ടൗണിലൊക്കെയാണ് ആരും നോക്കത്തില്ല. ഇവിടെ ഈ ചോറ്റുപാത്രം ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഭക്ഷണം കൊടുത്തയക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇരിക്കാൻ ഈ മുറിക്കൊരു മറയുള്ളതുപോലെ എല്ലാ കാര്യത്തിനും ഒരു മറയുണ്ടായിരിക്കുന്നത് നല്ലതാ. ആ, പിന്നെ ഞാൻ വന്നത് ഒരു ലോണിന്റെ കാര്യം ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. ഉവ്വ്. പക്ഷേ അനാഥാലയത്തിന്റെ പേരിൽ ഒരു ലോൺ കൊടുക്കുക എന്ന് വെച്ചാൽ? അനാഥാലയത്തിന്റെ പേരിൽ വേണ്ട. അനാഥാലയത്തിന്റെ കീഴിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സ്കീമുണ്ടേ. എന്നാൽ തന്നെ അതിന് സാധ്യത കുറവാണ്. ഇതിനു മുമ്പുള്ള മാനേജര് എനിക്ക് പല ലോണുകൾ അനുവദിച്ചിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഈ വർഷം അങ്ങനെയുള്ള ലോണുകളൊന്നും കൊടുക്കണ്ടെന്നാണ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. നമസ്കാരം സർ. എന്താ ഭാർഗവമുള്ള ചോദിച്ചാണല്ലോ പോയിരിക്കുന്നത്? ആ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പറയണം ഇങ്ങനൊരു ഇത്തൽ കണ്ണി അങ്ങനെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ലോണിന്റെ കാര്യം സാരമില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് പറഞ്ഞു. എന്തു പറഞ്ഞു? ബിന്ദു നേരിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത് ഒഴിവാക്കാമെന്ന രീതിയിൽ. ചേട്ടാ, ഇത് കൊള്ളാം. കുട്ടി വീട്ടിൽ നിന്നാ ഭക്ഷണം കൊണ്ടുവരുന്നത്. കൊടുത്തയച്ച അതിന്റെ അമ്മയാണ്. അതിന് നാട്ടുകാർക്ക് ഇത്ര അഭിപ്രായം പറയാനെന്നുള്ളത്. സാറ് വരണം. നമുക്ക് ആഹാരം കഴിച്ചിട്ട് പാത്രം കൊടുത്തയക്കാൻ നോക്കാം. വരണം.